നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാധിക മോളെ കുറിച്ച് അകാരണമായൊരു പേടി കുറച്ചു നാളായിട്ട് തന്റെ മനസ്സിലുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, പലപ്പോഴും രാധിക മോളുടെ കാര്യം സംസാരിക്കുമ്പോ ഒരു വിശ്വാസക്കുറവ് തന്റെ മുഖത്തുണ്ട്. എന്താണോ കാര്യം? 2-3 ദിവസം അവിടെ തങ്ങിക്കോ, അത്രേ ഉള്ളൂ. ഇങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താമേ? ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പൊക്കോളാം. അതിനിങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പ്രിയമോളുമായിട്ട് ഒരു കാരണവശാലും ഒരു യാത്രയ്ക്ക് നീ ഒരുക്കമല്ലെന്നാണോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? ചില കാര്യങ്ങള് മക്കളുടെ തീരുമാനത്തിന് കാരണവന്മാർ വിട്ടുതരും. ചില കാര്യങ്ങളിൽ കാരണവന്മാരുടെ തീരുമാനം മക്കളനുസരിക്കുകയും വേണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണ്ട. നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായിക്കോളൂ. മോളെ, വരുണിന്റെ കൂടെ പുറത്തൊരു യാത്രയ്ക്ക് പോകാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛാ. പത്മിനി, ഇവരുടെ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വേഗം ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ അതൊന്ന് വിളിച്ചു പറയാൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കുറെ നാളായി നമ്മൾ ആരെങ്കിലും അവിടെ നിന്ന് തങ്ങിയിട്ട്. സൗകര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വല്ല പർച്ചേസും ഉണ്ടോ? എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ഉള്ളതൊക്കെ എടുത്ത് ഞാൻ പൊയ്ക്കോളാം. മോള് പോയി സാധനങ്ങളൊക്കെ എടുത്തു വെക്ക. കൽപ്പന പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ടല്ലേ അമ്മേ? എന്തോ പൊരുത്തക്കേട് അവർക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു യാത്ര കഴിഞ്ഞു വരട്ടെ, അപ്പൊ പിന്നെ അവര് തമ്മില് ഒരകഴ്ചയും കാണില്ല, അല്ലേ പത്മിനി? എല്ലാ പ്രതീക്ഷയും അവനിലാണ്. അവന്റെ മനസ്സ് നന്നായിരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യമാണ്. അയാളില്ലേ ആ ജീവ? അത്രയും ഗൗരവമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അയാളെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണ്ടായി. തൊഴിലഭിനയമാണ്, പക്ഷേ സത്യത്തില് അഭിനയിക്കാൻ പോയി സമ്പാദിക്കേണ്ട ആവശ്യമൊന്നും അയാൾക്കില്ല. ഭാരിച്ച കുടുംബസ്വത്തുണ്ട്. അമ്മ അയാളും മാത്രമേ ഉള്ളൂ. ഈ സിനിമാക്കാരെ കുറിച്ച് കേൾക്കാറുള്ള മോശം ചില കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇയാളെ കുറിച്ച് ഉണ്ടായിട്ടില്ല. കൂടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല അഭിപ്രായ. കുടുംബത്തെക്കുറിച്ചും അതെ. വീണ്ടും ഒരു വലിയ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം അല്ലേ? ഒരു കണക്കിന് അത് ഭാഗ്യമല്ലേ യശോദയ? കണിമംഗലത്തുകാര് പ്രിയങ്ക ചോദിച്ചു വന്നപ്പോ അതൊരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതി. ജീവയുടെ കുടുംബം കണിമംഗലത്തിനൊപ്പോ അതിന് മേലെയോ നിൽക്കുന്നവരാ. ഒന്നുമില്ലായ്മക്കാരായ നമ്മുടെ മുന്നില് നമ്മുടെ പെൺകുട്ടികളെ അന്വേഷിച്ച് ഇത്രക്കാര് വരിക എന്ന് പറഞ്ഞാ അത് ദൈവത്തിന്റെ സമ്മാനം തന്നെയല്ലേ? ഒക്കെ ശരിയാ. പ്രിയങ്കമോളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോ കൊക്കിലൊതുങ്ങാത്തതാ കൊത്തിയതെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നതും ദേവേട്ടൻ തന്നെയാ. എടോ, സങ്കടങ്ങൾ വരുമ്പോ എന്നെ അങ്ങ് വിളിച്ചോ ദൈവമേ എന്ന് എല്ലാ മനുഷ്യരും പറയും. അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും ആഗ്രഹമില്ലെന്നാണോ? അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ സ്വഭാവമല്ലേ? ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ ചെറുപ്പക്കാരന് രാധിയെ വലിയ ഇഷ്ടമാണ്. എത്രയോ പേരെ അയാൾ കണ്ടിരിക്കുന്നു, എത്രയോ പേരുമായിട്ട് അയാൾ ഇടപഴകുന്നു. എന്നിട്ടും എന്തോ ഒരു പ്രത്യേകത അയാൾക്ക് തോന്നി. അത് മാത്രമല്ല, പ്രിയങ്ക ഇത്രയും വലിയൊരു സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ അതിലൊട്ടും കുറയാത്തൊരിടം രാധയ്ക്കും കിട്ടുകയല്ലേ? അവളുടെ മനസ്സിന് ഒരു നോവും ഉണ്ടാവില്ലല്ലോ. അമ്മ അറിയുമ്പോ ഇനി എന്ത് പറയൂ എന്തോ.
രാധികയ്ക്ക് ഒരു നല്ല കാര്യം വരുന്നത് അമ്മ സഹിക്കില്ല. അക്കാര്യത്തിൽ താൻ പേടിക്കണ്ട. രാധികമോളുടെ വിവാഹത്തിന്റെ കാര്യത്തില് അമ്മ ഒരു അഭിപ്രായം പറയാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് അവളുടെ ജീവിതത്തിൽ നടക്കുക. മോളോടും പറഞ്ഞില്ല. ഇപ്പൊ പറയണ്ട. ഒരു വിവാഹാലോചനയായിട്ട് ആരെങ്കിലും വരുന്നു എന്ന് കരുതിക്കോട്ടെ. കൺമുമ്പിൽ അയാളെ കാണുമ്പോ അവള് നിഷേധമൊന്നും പറയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് പേടിയുണ്ട്. എന്തിന്? രാധിക മോളെ കുറിച്ച് അകാരണമായൊരു പേടി കുറച്ചു നാളായിട്ട് തന്റെ മനസ്സിലുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, പലപ്പോഴും രാധിക മോളുടെ കാര്യം സംസാരിക്കുമ്പോ ഒരു വിശ്വാസക്കുറവ് തന്റെ മുഖത്തുണ്ട്. എന്താണോ കാര്യം? ഒന്നുമില്ല ദേവേട്ട. നമ്മളെ വിട്ടു പോകാൻ അവൾക്ക് മടിയാണല്ലോ. അക്കാര്യം വല്ലതും പറഞ്ഞ്. ഇതാണോ കാര്യം? മോളെയൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നാളെ രാവിലെ തന്നെ അവര് വരും. അതിനു മുമ്പ് അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. അല്ല, അത് ഞാൻ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അമ്മ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ആ, ഭഗവാൻ എല്ലാം നടത്തി തരുന്നേ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേന്ന് മോളെന്താ ചോദിക്കാത്തെ? എന്തിനാ ചോദിക്കുന്നെ? കഴിഞ്ഞ ദിവസത്തെ പോലെ ഏതേലും ഒരു വയസ്സൻ വരുന്നുണ്ടാവും മുത്തശ്ശി പറഞ്ഞിട്ട്. അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനല്ലേ? അങ്ങനെ ഒരു വയസ്സൻ ഇനി വരാൻ അച്ഛൻ സമ്മതിക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നെ നടതള്ളാൻ തീരുമാനിച്ചതല്ലേ. അതിപ്പോ ആരുടെ കൂടെ ആയാലെന്താ? അങ്ങനെയൊന്നുമില്ല കുട്ടി. വിവാഹത്തിന് തിടുക്കം കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് നിനക്കും അറിയാം. ഉള്ളില് തീയ. നിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായാല് പ്രിയങ്കമോളുടെ ജീവിതം അതോടെ ഇല്ലാതാവും. നമ്മുടെ കുടുംബവും. യശോദേ, എന്തായി? ഇന്നും ഏതെങ്കിലും വയസ്സനാണോ വരുന്നേന്നാ ഇവള് ചോദിക്കുന്നത്. അതങ്ങ് ക്ഷമിച്ചു കളഞ്ഞേക്കാൻ അച്ഛൻ പറഞ്ഞതല്ലേ. ഇന്ന് വരുന്ന ആളെ കാണുമ്പോ മോള് ഞെട്ടും. മോക്ക് ഇതിനേക്കാൾ ചേർന്നൊരു ബന്ധം വരാനില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.